സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുടെ ശാക്തീകരണത്തിനും യുവജനങ്ങൾക്ക് മികച്ച നൈപുണ്യ പരിശീലനം ഉറപ്പാക്കുന്നതിനുമായി ബൃഹത് പദ്ധതികൾ നടപ്പാക്കാൻ ഒരുങ്ങി തൊഴിൽ വകുപ്പ്. അടുത്ത 3 മാസത്തിനുള്ളിൽ നടപ്പാക്കാൻ പോകുന്ന കണക്ട് ടു വർക്ക്, കർമ്മചാരി തുടങ്ങിയ പദ്ധതികൾ തൊഴിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. പ്രധാനമായും 5 മേഖലകളിലായാണ് പദ്ധതികൾ നടപ്പാക്കുന്നത്. യുവജനങ്ങൾക്ക് സാമ്പത്തിക സഹായവും തൊഴിൽ സംസ്കാരവും പ്രദാനം ചെയ്യുന്ന പ്രധാനപ്പെട്ട 2 പദ്ധതികളാണ് കണക്ട് ടു വർക്കും കർമ്മചാരിയും. നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠനകാലയളവിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. പ്രതിമാസം 1000 രൂപ ഇവർക്ക് സ്റ്റൈപ്പൻഡായി ലഭിക്കും. ഇതിനായി 600 കോടി രൂപയുടെ ബജറ്റ് വിഹിതമാണ് വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിൽ എന്ന സംസ്കാരം വളർത്തുന്നതിനായി തൊഴിലുടമകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്നതാണ് കർമ്മചാരി പദ്ധതി. 2026 ഫെബ്രുവരി ആദ്യ ആഴ്ച പദ്ധതി ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി പ്രഖ്യാപിച്ചു. ഏറ്റവും പ്രധാനപ്പെട്ട 2 പദ്ധതികൾ കണക്ട് ടു വർക്കും നൈപുണ്യ പരിശീലനം നേടുന്നവർക്കും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും പഠനകാലയളവിൽ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണിത്. പ്രതിമാസം 1000 രൂപ ഇവർക്ക് സ്റ്റൈപ്പൻഡായി നൽകും. ഇതിനായി 600 കോടി രൂപയുടെ ബഡ്ജറ്റ് വിഹിതമാണ് വകയിരുത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥികളിൽ പഠനത്തോടൊപ്പം തൊഴിലെന്ന സംസ്കാരം വളർത്തുന്നതിനായി തൊഴിലുടമകളുമായി സഹകരിച്ച് നടപ്പിലാക്കുന്ന കർമ്മചാരി പദ്ധതി 2026 ഫെബ്രുവരി ആദ്യ ആഴ്ച ഉദ്ഘാടനം ചെയ്യും. ആഗോള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് നമ്മുടെ കുട്ടികൾക്ക് വിദേശത്ത് മികച്ച അവസരങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ജർമ്മനിയിൽ 1,30,000 രൂപ വരെ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്ന ഡ്യുവൽ വൊക്കേഷണൽ ട്രെയിനിങ്ങിനായി വിദ്യാർത്ഥികളെ അയക്കും. ഇതിനായി ആദ്യത്തെ ഇൻഡോ ജർമ്മൻ ട്രെയിനിംഗ് ഫെയർ 2026 ഫെബ്രുവരി 4-ാം വാരം സംഘടിപ്പിക്കും. 500ഓളം വിദ്യാർത്ഥികൾക്ക് ഇതിലൂടെ അവസരം ലഭിക്കും. തൊഴിൽ മേഖലയിലെ ആധുനികവൽക്കരണവും അടിസ്ഥാന സൗകര്യ വികസനവും എംപ്ലോയ്മെന്റ് സേവനങ്ങളുടെ ഡിജിറ്റൈസേഷൻ, തൊഴിലാളി ക്ഷേമവും സുരക്ഷയും ഉറപ്പുവരുത്തുന്നതിന് ഇൻഷുറൻസ് പരിരക്ഷ തുടങ്ങിയവയായിരുന്നു മറ്റ് പ്രധാന പ്രഖ്യാപനങ്ങൾ. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.